അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാൻസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്ന് നമുക്ക് ഹെയർ അക്സസറീസ് മേക്കിങ്ങിന് ആവശ്യമുള്ള കുറച്ച് മെറ്റീരിയൽസ് പരിചയപ്പെടാം. ഈ മെറ്റീരിയൽസ് കൈവശം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സാധാരണ സിമ്പിളായിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പ് ഒരു പാർട്ടി വെയർ ക്ലിപ്പാക്കി മാറ്റാം. അതിനായിട്ട് കുറച്ച് മെറ്റീരിയൽസും ബോസും ഒക്കെയാണ് നമുക്ക് ആവശ്യം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ പേൾ ചെയിൻ വെച്ചൊരു ക്ലിപ്പ് ഉണ്ടാക്കാം. അതിനായി ആവശ്യത്തിനുള്ള നീളത്തിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എത്ര ലെന്ത് വേണം അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് നമുക്ക് ഇങ്ങനെ രണ്ടാക്കി എടുക്കാം. 2 പീസും 2 ലെന്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിങ്ങനെയൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് B7000 ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ അത് സ്റ്റിക്കായിക്കോളും. ഇനി നമ്മൾ ഇതിനായിട്ട് ഈ ബട്ടർഫ്ലൈസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഓർഗൻസ ഫാബ്രിക് വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ആണ്. മിഡിലിൽ സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരെണ്ണം മിഡിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ 3 ഒരേ കളറിലുള്ളതാണ് എടുക്കുന്നത്. താഴെയും 2 നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലത്തെ ഭാഗത്ത് ഈ ബ്ലൂ കളറോ വേറെ ഏതെങ്കിലും കളർ വെച്ചിട്ട് താഴെ 2 ഒരേ കളറിൽ വെച്ചാലും മതി. ഞാനിവിടെ 3 ഒരേ കളറിലാണ് വെച്ചെടുക്കുന്നത്. ഇനി നമുക്ക് താഴ്ഭാഗത്തും കൂടി ബട്ടർഫ്ലൈസ് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് എൻഡിലും 2 ബട്ടർഫ്ലൈസ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. പേൾ ചെയിൻ്റെ ലെന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ്യാം. ഞാനൊരു ചെറിയ ലെന്തിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ ബട്ടർഫ്ലൈസ് വെക്കുന്നതിന് പകരം എൻഡിൽ ഈ പേൾ വെച്ച് കൊടുത്താലും മതിയാകും. ഈ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് ബോയിൽ ഈ ബട്ടർഫ്ലൈ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. മിഡിലിലല്ലാതെ സൈഡിലാണ് ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. B7000 തന്നെയാണ് അതിനുപയോഗിച്ചിട്ടുള്ളത്. ഒരു സെക്കൻഡ് നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതിയാവും. അത് സ്റ്റിക്കായിക്കോളും. നമ്മുടെ പാർട്ടി വെയർ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള വർക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് അലിഗേറ്റർ ക്ലിപ്പിലാണ് ഞാൻ ആദ്യം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഗോൾഡൻ കളർ അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. സ്റ്റോൺ ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഗോൾഡൻ കളർ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഇതിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അലിഗേറ്റർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് സെയിം ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡും കൂടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ഗോൾഡൻ ഹെയർ ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലും B7000 അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഈ സെയിം ബട്ടർഫ്ലൈ ഒന്നുകൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് ഫുള്ള് ഈ സ്റ്റോൺ തന്നെ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഭാഗത്തും കൂടി സ്റ്റോൺ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. 2 സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെയർ ബാൻഡും സെയിം ആയിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേക്കേഴ്സും ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ ജസ്റ്റ് ഒന്ന്
സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. പല ഷേപ്പിലുള്ളതുണ്ട്, ഹാർട്ടിൻ്റെ ഷേപ്പിലും ബട്ടർഫ്ലൈയും വാട്ടർമെലനും ഒക്കെ ആയിട്ട് മിക്കി മൗസും ഒക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് ചെമ്പകം ഫ്ലവേഴ്സാണുള്ളത്. അതും നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ ജസ്റ്റ് ഒന്ന് B7000 അപ്ലൈ ചെയ്ത ശേഷം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫ്ലവറിൻ്റെ താഴ്ഭാഗത്ത് കുറച്ചുകൂടി B7000 അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിഡിൽ ഭാഗത്ത് ഒരു ഗോൾഡൻ ബീഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സ്റ്റോൺ വേണമെങ്കിൽ അതും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗോൾഡൻ ബീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ഭംഗിയുള്ള ഈ ക്ലിപ്സ് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.